നമുക്ക് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സാക്ഷ്യങ്ങൾക്കും നന്ദി പറയുന്നു. സ്നേഹമേ എൻ ദൈവമേ, ശാന്തിയാ സൗഖ്യമാ നീ വരൂ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഓരോരുത്തരുടെയും കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ വരൂ സ്നേഹമേ എൻ ദൈവമേ, ശാന്തിയാ സൗഖ്യമാ നീ വരൂ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർഗലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമ്മുടെ നിയോഗങ്ങൾ ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ തിരുസന്നിധിയിലെ വലിയ വിശ്വാസത്തോടെയും സ്നേഹത്തോടെയുമാണ് നമ്മൾ ആരാധനയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം എല്ലാത്തിനും ഒരു മർമ്മമുണ്ട് അല്ലേ? പ്രധാനപ്പെട്ട സ്ഥലം, അതുപോലെ തന്നെ ആരാധനയ്ക്കും ദൈവാനുഭവത്തിനുമൊക്കെ ഒരു മർമ്മമുണ്ട്. ഈ മർമ്മം ചിലർക്ക് പെട്ടെന്ന് പിടികിട്ടും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ അഭിഷേകമാണ്. ഈ മർമ്മം പിടികിട്ടിയാൽ കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം, ഒരു അണുവെടുത്താൽ തന്നെയും അല്ലെങ്കിൽ ഒരു കോശമെടുത്താലും എല്ലാത്തിനും ഒരു ന്യൂക്ലിയസും അതുപോലെ കേന്ദ്രബിന്ദുവൊക്കെ ഉണ്ട്. അതാണ് അതിൻ്റെ ഊർജ്ജസ്ഥാനം. ഈ ഉടമ്പടിയായാലും ഉടമ്പടിയുടെ ഊർജ്ജസ്ഥാനമുണ്ട്. ആ ഊർജ്ജസ്ഥാനം വെളിപ്പെട്ട് കിട്ടിയാൽ നമ്മൾ പിന്നെ ഒത്തിരി അലയേണ്ടി വരത്തില്ല. ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം ഇവിടെ സുമംഗല എന്ന് പറഞ്ഞൊരു ചേച്ചി സാക്ഷ്യം പറഞ്ഞായിരുന്നു. അപ്പോൾ പത്തനംതിട്ടക്കാരുതിയാണ്. സുമംഗല ആദ്യ ദിവസം ഇവിടെ വന്ന് മാതാവിനെക്കുറിച്ചൊക്കെ കേട്ട് ഇവിടെയൊക്കെ വന്ന് കണ്ട് എല്ലാമൊക്കെ മനസ്സിലാക്കി ആൾ പോയി. പിറ്റേ ദിവസം ഇവർ വരും. ഇവർക്ക് 5-6 പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ. പിറ്റേ ദിവസം വരുമ്പോഴേ ഇതിൻ്റെ ഊർജ്ജസ്ഥാനം, ഉടമ്പടിയുടെ ഊർജ്ജസ്ഥാനം ദൈവം ഇവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഉടനെ ഉടമ്പടിയിൽ ആദ്യം തന്നെ അവരെഴുതി, ആദ്യ നിയോഗത്തിൽ, അമ്മേ എൻ്റെ വിഷയങ്ങളൊക്കെ പോട്ടെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ. പ്രൈസ് ദി ലോർഡ്. അതാണ് ഊർജ്ജസ്ഥാനം. അവർ ഒരു നോൺ ക്രിസ്ത്യനാണ്, പക്ഷേ ആദ്യ ദിവസം വന്ന് എല്ലാം കണ്ട് മനസ്സിലാക്കി പോയപ്പോൾ പരിശുദ്ധാത്മാവ് ഉടമ്പടിയുടെ ഊർജ്ജസ്ഥാനം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? ബാക്കി ഇവരുടെ 5 കാര്യങ്ങളും പെട്ടെന്ന് നമ്മളെ കവളാസ് പൊട്ടണ പോലെ പൊടാന്ന് പൊട്ടി മാറുകയും, ഇതറിയാതെ എൻ്റെ IELTS, എൻ്റെ വസ്തു വിൽപ്പന, എൻ്റെ മകളുടെ കല്യാണം എന്നും പറഞ്ഞിരുന്ന ഈ ജന്മത്ത് ഈ സാധനം കിട്ടത്തില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. മരമറിയാതെ ഇങ്ങനെ കൊടിയിട്ട ആൾക്കാർ ഇങ്ങനെ നടക്കണ കാണാം. ഇത് ഹോൾ ബൈബിൾ നമ്മളെടുത്താലും അതിൻ്റെ ഊർജ്ജസ്ഥാനം എന്താ? കർത്താവിൻ്റെ പുനരുദ്ധാനമാണ്, ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനമാണ്. ഇപ്പം നടപടി പുസ്തകത്തിൻ്റെ 1:8 വായിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലപ്രവർത്തനങ്ങൾ 1:8. നടപടി പുസ്തകം 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ, എന്ന് പറഞ്ഞ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങളുടെ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പം അതാണ് ദൈവിക ലക്ഷ്യം. നമ്മൾ ആദ്യമേ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ നിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളായി എന്നെ ഉയർത്തണമെന്നാണ്. ശരിക്കും
ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂല കാലാവസ്ഥയെ നിന്റെ കരം ഗ്രഹിച്ച് ഞാൻ ഈ കടല് നീന്തുന്ന കാലങ്ങളിലെ ഒക്കെയും എൻ്റെ കർത്താവേ, നിന്റെ പീഡാനുഭവത്തിന്റെയും നിന്റെ തിരുമരണത്തിന്റെയും നിന്റെ തിരുഉദ്ധാനത്തിന്റെയും സ്വർഗം അംഗീകരിക്കുന്ന സാക്ഷിയായി എന്നെ ഉയർത്തണമേ. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. പുനരുത്ഥാനത്തിന്റെ സാക്ഷികളാക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈശോയാണെങ്കിൽ ഈ സാക്ഷ്യം കേട്ട് സന്തോഷിക്കുന്ന ഒരാളാണ്. ബൈബിളിലെ നല്ല പ്രസന്നമായ ഭാവം ഈശോയുടേത്. പലപ്പോഴും ഈശോ വളരെ അപൂർവ ഭാവം മാത്രമേ ഈശോ ചിരിക്കത്തുള്ളൂ. ചിരിക്കുന്ന ഈശോയെ നമ്മൾ കാണത്തില്ല ഒരിക്കലും ബൈബിളിലെ. ഈശോ ഒത്തിരി പ്രാവശ്യം ചിരിച്ച് കാണും. പക്ഷേ അപ്പോസ്തലന്മാരുടെ ജീവിതം ഇതൊക്കെ രൂപപ്പെടുത്തിയവൻ്റെ കാലത്ത് രക്തസാക്ഷിത്വത്തിൻ്റെ വഴികളായതുകൊണ്ട് അവർക്ക് ചിരിക്കാൻ സമയം കിട്ടി കാണത്തില്ല. അതുകൊണ്ട് ഈശോൻ്റെ ചിരിയൊന്നും അവർ ഒപ്പിയെടുത്തിട്ടില്ല. ഈശോ നല്ല തമാശയൊക്കെ പറഞ്ഞയാളാണ്. അത് രസകരമായ കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ വളരെ കോമഡിയായിട്ട് അവതരിപ്പിക്കുന്ന ആളാണ്. വലിയ ധനവാന്മാരെ കാണുമ്പോൾ ഈശോ പറയും, ഇവൻ്റെ കാര്യം പോക്കാണ്. ഇവൻ ഒട്ടകം സൂചിക്കുഴയിലൂടെ പോവുമെങ്കിൽ തീർച്ചയായിട്ടും ഇവനും ഇതിനകത്ത് കയറുമെന്ന്. അത് കോമഡിയല്ലേ ശരിക്കും പറഞ്ഞാൽ? ഒട്ടകം സൂചിക്കുഴയിലൂടെ പോവുമെങ്കിൽ തീർച്ചയായിട്ടും ധനവാന്മാരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. അപ്പം അതിൻ്റെ അകത്തൊരു സട്ടയറുണ്ട്, ശരിക്കും ഒരു അക്ഷേപകാശമുണ്ട്. പക്ഷെ ഇതൊന്നും അപ്പോസ്തലന്മാരങ്ങനെ പിക്കപ്പ് ചെയ്തിട്ടില്ല. കാര്യം അവരുടെ വഴികളെല്ലാം ജീവനെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു അടരാട്ടമായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചതിൻ്റെ പേരിൽ അവിടെ ജീവൻ അന്വേഷിച്ചവരുടെ കണ്ണുകൾ ഇരുട്ടിൽ എപ്പോഴും തെളിഞ്ഞു വരുമായിരുന്നു. അത് കാരണം സീരിയസ് മൂഡിലാണ് സുവിശേഷം പോകുന്നത് മുഴുവനും. എങ്കിലും ഈശോ സന്തോഷിച്ച സമയമുണ്ട്. അവൻ ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ട് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. സുവിശേഷം 10:21. ലൂക്കാ 10:21. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച്. ഈശോ ആനന്ദിക്കുന്നത് നമ്മുടെ ഈ ചറുവ് തമാശകട്ടല്ല, പരിശുദ്ധാത്മാവിലാണ്. വ്യത്യാസമുണ്ട്. പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, ആ സമയം തന്നെ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞു. ഇനി എന്താ പറഞ്ഞെന്ന് കേട്ടെ? സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം. ഇതൊരു വളരെ സന്തോഷത്തിന്റെ മൂഡില് ആണ് ഈ സുവിശേഷത്തിന്റെ ഭാഗം പോകുന്നത്. സുവിശേഷ ഭാഗം സന്തോഷത്തിൻ്റെ മൂഡിൽ പോയാലും സന്തോഷമെന്ന് അങ്ങനെ പറയാറില്ല.
പക്ഷേ ഇവിടെ സന്തോഷമെന്ന് ഇത് മുഴുവനും ഒരു നല്ല സന്തോഷത്തിൻ്റെ മുകളിലാണ് അത് പോകുന്നത്. ഉദാഹരണത്തിന് നമ്മൾ 10:17 എടുത്ത്, വിശുദ്ധ ലൂക്ക 10:17. ലൂക്ക 10:17 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു. അവിടെ സന്തോഷം കണ്ട, 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. സാക്ഷ്യം പറഞ്ഞാണ് അവര്, സാക്ഷ്യം കേട്ടാണ് സന്തോഷിക്കുന്നത്. നിങ്ങളൊക്കെ സാക്ഷ്യം പറയുമ്പോൾ ഈശോ സന്തോഷിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അപ്പോസ്തലന്മാരെ പറഞ്ഞു വിട്ടിട്ട് സുവിശേഷ വേലക്ക് ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് 3 കാര്യങ്ങളില്ലേ? എന്തൊക്കെയാണ്? പ്രത്യക്ഷീകരണ പ്രാർത്ഥന, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, പിന്നെ എല്ലാം കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നു സുവിശേഷ വേല, പിന്നെ എന്താണ്? ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതും സുവിശേഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളാണ്. ഇതിനു വേണ്ടിയാണ് ഈ ഉടമ്പടിക്കാർ പോകുന്നത്. ഉടമ്പടിക്കാർ തിരിച്ചു വന്നിട്ടാണ് അവർ സാക്ഷ്യം പറയണത്. അപ്പോഴും നമ്മളെല്ലാം കൈയടിക്കും. സിസ്റ്ററും അച്ഛനും ഒക്കെ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ കൈയടിക്കത്തില്ല, അറിയാതെ തന്നെ കൈയടിക്കും, സന്തോഷം കൊണ്ടാണ്. ഇത് തന്നെ സുവിശേഷ കാലത്ത് സംഭവിച്ചതാണിത്. ആ സന്തോഷം ഇങ്ങനെ തുടരുകയാണ്. എന്നെല്ലാം ദൈവം തൻ്റെ മനുഷ്യനെ സന്ദർശിക്കുന്നു, അപ്പോഴെല്ലാം മനുഷ്യന് സന്തോഷമുണ്ടായിട്ട് അവൻ സന്തോഷിച്ച് കൈയടിക്കും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സാക്ഷ്യം കേൾക്കുമ്പോഴാണ് ശരിക്കും ഈശോയ്ക്ക് സന്തോഷം ഉണ്ടാകുന്നത്. ഈശോയുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ ഓർക്കുക, കർത്താവേ, ദൈവത്തിന് ഈശോയ്ക്കൊരു സന്തോഷം കൊടുക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഉടമ്പടി എടുക്കുമ്പോൾ അത് നിങ്ങളും മ്ലാനമായിരുന്ന് ഈശോയും മ്ലാനമായിരുന്ന എങ്ങനെയാണ് ശരിയാകണത്? അപ്പം നിങ്ങൾക്കൊരു ദൈവാനുഭവം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളത് 10 മനുഷ്യരോട് പറയുമ്പോൾ ദൈവത്തെക്കുറിച്ച് ആൾക്കാർ കേൾക്കുമ്പോൾ അവർക്ക് മാനസാന്തരം ഉണ്ടാകുമ്പോൾ ദൈവത്തിനത് സന്തോഷമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എനിക്കുണ്ടാകുന്ന ദൈവാനുഭവങ്ങളിലെ മനുഷ്യനുണ്ടാകുന്ന മാനസാന്തരങ്ങളിലെ ദൈവത്തിനുണ്ടാകുന്ന സന്തോഷത്തിന്റെ ഉപകരണമാക്കി എന്നെ മാറ്റണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇത് വളരെ സിമ്പിളാണ്. പക്ഷെ ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ ഇപ്പം തന്നെ ഈശോ തന്നെ ഈ 72 പേരെ വിടുന്നത് എങ്ങനെയാണ്? കൃപാസനത്തിൽ നിന്ന് ഓരോ ദിവസവും 100 കണക്കിന് മനുഷ്യർ കർത്താവിൻ്റെ ദൗത്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ദൈവസ്നേഹത്തോടെ പോവുകയാണ്. ഇപ്പോൾ ഒരു 100 പേര് ഉടമ്പടി ചെയ്യുമ്പോൾ ചിലപ്പോൾ 2 പേര് മാത്രമേ അതിൻ്റെ അകത്ത് അത് കർത്താവിന് വേണ്ടി ചെയ്യുന്നൊരു ജോലിയാണെന്ന് മനസ്സിലാക്കത്തുള്ളൂ. അല്ലാത്തവരൊക്കെ എൻ്റെ മകളെ കെട്ടിക്കണം, അല്ലെങ്കിൽ എൻ്റെ വസ്തു വിൽക്കണം, ആ വിഷയത്തിലാണ് നിങ്ങൾ എല്ലാവരും കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ടാണ് ഇത് ലാഗ് ചെയ്യാൻ കാരണം. ദൈവത്തിനൊരു പറയും, ഇപ്പോൾ നിങ്ങളെ വസ്തു വിട്ടിട്ട് ദൈവത്തെ എന്ത് കാണിക്കാനാണ്? ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കണം, ഇത് ദൈവത്തെ എന്തെങ്കിലും പ്രയോജനമുണ്ടേ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണം. നിങ്ങളുടെ വസ്തു വിറ്റിട്ട് ദൈവത്തിന് എന്ത് കാണിക്കുക? നിങ്ങൾക്ക് PR കിട്ടിയിട്ട് ദൈവത്തിന് എന്താ? ഒരു കാര്യമില്ല. അപ്പം തന്നെ ചിന്തിക്കണം, ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായിട്ട് മാറണം. ഇതാണ് എൻ്റെ എളുപ്പം. 10 കൊല്ലമൊക്കെ കൊണ്ട് എൻ്റെ മക്കളെ ഞാൻ സത്യമായിട്ട് എൻ്റെ ടൈം ഷോർട്ടണിങ് ഇരിക്കണേ എപ്പോഴാണ്? ഇതിൻ്റെ കറക്റ്റ് ഊർജ്ജസ്ഥാനം അറിയുമ്പോഴാണ്. എന്താണ് ദൈവത്തിന് ഇതുകൊണ്ട് എന്ത്? ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിലൂടെ ദൈവത്തിന് എന്താണ് പ്രയോജനം എന്നാണ് നിങ്ങൾ ധ്യാനിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും. എന്താ കാര്യം, ഈ വലിയൊരു പ്രോജക്റ്റിന് ഞാനൊക്കെ അച്ഛനായപ്പോൾ ആദ്യമേ തന്നെ മിഷണറി ആയി. അതെന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് ഈശോ ആദ്യമേ തന്ന കാര്യം അതാണ്. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. എന്താ കാര്യം? പിന്നീട് എന്താ കാര്യമെന്ന് ഈശോയോട് പറഞ്ഞായിരുന്നു. അച്ഛനായി 10-15 കൊല്ലം കഴിഞ്ഞപ്പോഴെന്നോട് പറഞ്ഞു, ഞാനിനി ഒത്തിരി ഇപ്പം ചില പറയേ നല്ല മുതൽ മുടക്കുണ്ട് മകനെ ഇതിൻ്റെ അകത്തുനിന്ന്. ഞാൻ ഒത്തിരി എൻ്റെ നമുക്കറിയാമല്ല, പ്രകൃതിയ ദൈവമായിരിക്കവേ നല്ല സ്റ്റാറ്റസിൽ ജീവിച്ച ആളല്ലേ. നല്ല സ്റ്റാറ്റസ് വിടിഞ്ഞ് പ്രകൃതിയ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മൃഗപ്പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിക്കാതെ ദാസനായി. നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ്. കുരിശുമരണത്തോളൂ തന്നെ താഴ്ത്തി. കണ്ടാ, ഇത്രയും മുതൽ മുടക്കുക, ജീവന് തുല്യം മുതൽ മുടക്കാൻ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം. അതുകൊണ്ട് തന്നെ ഇത് ഈ വിഷയത്തിൻ്റെ മേലെ, കർത്താവിൻ്റെ തിരുമരണത്തിൻ്റെ മേലെ, അതിനു വേണ്ടി ആ ഉത്ഥാനത്തിൻ്റെ സാക്ഷികളായി ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷമായി
മാറാൻ നമുക്കൊരു തീരുമാനമെടുത്താൽ അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അഭിഷേകം വരാൻ തുടങ്ങും. ഈ സ്നേഹത്തിലാണ് ഈ അഭിഷേകം ഇരിക്കുന്നത്. ഞാൻ എപ്പോഴും നിങ്ങൾ പറയും ലൈറ്റ് വെയ്റ്റിംഗ് എന്ന് പറയും. വാട്ട് ഇസ് എ ലൈറ്റ് വെയ്റ്റിംഗ്? എന്താണ് ഭാരം ലഘുത്വം? എന്താണ് ഒരു ഭാരം ലഘുവാകണത്? എങ്ങനെയാണ് ഭാരം ലഘുവാകണത്? എപ്പോഴും അതിൻ്റെ കണ്ടൻറ്റ് അതെപ്പോഴാണ് നമുക്കൊരു ഒരു ഭാരം ലഘുവായി വരുമ്പോഴാണ് നമുക്ക് ആളിന് അഭിഷേകം കിട്ടിയെന്ന് മനസ്സിലാകുന്നത്. ഒരു ഭാരം ലഘുവായി വരുമ്പോൾ വലിയ ഭാരമുള്ള വിഷയമാണ്, പക്ഷെ അത് വളരെ ലഘുവായിട്ട് അയാൾക്ക് അനുഭവപ്പെട്ടു വരുമ്പോൾ നമുക്കറിയാൻ പറ്റും അഭിഷേകം കിട്ടിയെന്ന്. അപ്പോൾ അതറിയണമെങ്കിലേ മെക്കദോനിയ സെക്കൻഡ് കൊറിന്ത്യൻസ് 2 കൊറിന്ത്യൻസ് 8:9 വായിച്ചേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 2 കൊരിന്തോസ് 8:9. 2 കൊരിന്തോസ് 8:9. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. എന്താ സബ്ജക്റ്റ്? എന്താ വാട്ട് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. ഇതാണ് ഈ ഭാര ലഘുത്വം എന്ന് പറയുന്നത്. ഉടമ്പടി സംഭവിക്കുന്ന സംഭവമാണ്. അതിൻ്റെ തത്വം അറിയാം. ഭാരലഘുത്വത്തിൻ്റെ തത്വം അറിയണം. എന്നുവെച്ചാൽ നിങ്ങൾക്കൊരു വിഷയം, ഇപ്പം നിങ്ങൾക്ക് ഒരു ഇപ്പോൾ വൈഫും ഹസ്ബൻഡോട് അകന്ന് താമസിക്കുമ്പോൾ നിങ്ങൾ അടുക്കുന്നവരെ വാട്ട് യു വാണ്ട്, യു നീഡ് അനോയിൻമെൻറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ ഉത്കണ്ഠപ്പെട്ട് പല വിഷമെടുത്ത് തന്നെയൊക്കെ ചെയ്യും. അതല്ല, മറിച്ച് ഒരു ഹസ്ബൻഡ് വൈഫ് അകന്നിരിക്കുകയും അവരടുക്കുന്നവരെ വാട്ട് യു നീഡ് അനോയിൻമെൻറ്റ്. അതെല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ജോലി കിട്ടണം, നമുക്ക് ജോലി വേണം. ജോലി കിട്ടിയിട്ട് വേണം നമുക്ക് കല്യാണം കഴിക്കാൻ, ജോലി കിട്ടിയിട്ട് വേണം വീട് വെക്കാൻ. അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം, അതിനൊരു സമയമെടുക്കും. അത് കിട്ടണവരെ വാട്ട് യു നീഡ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അനോയിൻമെൻറ്റാണ് വേണ്ടത്. എന്നുവെച്ചാൽ അഭിഷേകം എങ്ങനെ ഉണ്ടാകും എന്ന് നിങ്ങൾ അറിയണം. ഇപ്പം തന്നെ ഈശോ എന്താ ചെയ്തത്? ആ ലൈറ്റ് വെയിറ്റിംഗ് കണ്ടില്ലേ? ഇപ്പോൾ 2 കൊരിന്തോസ് 8:6 വായിച്ച്. 8:9 വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ ഒന്ന് പറഞ്ഞേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. അതായത് ഇതിൻ്റെ അത് വരുന്ന ഒരു വിഷയം വെച്ചാൽ അവൻ സമ്പന്നനായിട്ടും, ദൈവമല്ലേ, അപ്പോൾ സർവ്വസമ്പത്തും അവൻ്റെതാണ്. അവൻ സമ്പന്നനായിട്ടും പിന്നെ എന്താ പറ്റിയത്? നിങ്ങളെ പ്രതി എന്ത് പറ്റി? ദരിദ്രനായി. അല്ലേ? അപ്പം ഈ വലിയ സമ്പന്നനായ ദൈവം ഇങ്ങനെ ചുരുങ്ങി, ഇങ്ങനെ നഗ്നനായി, വിവസ്ത്രനായി, ഇങ്ങനെ ആണിയേൽ അപമാനിക്കപ്പെട്ട് തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് ഇവൻ വന്നത് അതിൻ്റെ അങ്ങനെ വരുന്നതിന് ഈശോയ്ക്ക് ഒരു ഭാരലഘുത്വം ഉണ്ടാക്കിയത്. അത് നിസ്സാരമായിട്ട് ചെയ്തത് എന്തിൻ്റെ കാര്യത്തിലാണ്? നിങ്ങളെ പ്രതി. അല്ലേ? മനസ്സിലായി എന്താ പറയുന്നത്? അവൻ സമ്പന്നനായിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. അവിടെ ആരെ പ്രതിയാണ്? നിങ്ങളെ. ദാറ്റ് മീൻസ് നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി. കൈയിടിച്ച് കർത്താനോട് സ്നേഹത്തെ പ്രതി കുരിശുമരണം ഭരിച്ച് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പൊ ഉടമ്പടിയുടെ ഊർജ്ജസ്ഥാനം നമുക്ക് മനസ്സിലായി. പുനരുദ്ധാനമാണ്, പിന്നെ എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്.
പക്ഷേ അതിനു വേണ്ടിയുള്ള നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ പിന്നിലും ആ ഭാരലഘുത്വം ഉണ്ടാക്കണത് എന്താ? ദൈവസ്നേഹമായിരിക്കണം. പറഞ്ഞു മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ജീവിതത്തോടുള്ള സ്നേഹമാണ്. ഈ ഫോർമാറ്റ് നേരെ ചേഞ്ച് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ജീവിതത്തോടുള്ള അഭിനിവേശവും താല്പര്യവും സ്നേഹവുമാണ് നിങ്ങൾ ഇതുകൊണ്ട് എന്തെങ്കിലും കടിച്ചു പിടിച്ച് നീന്താൻ നോക്കണത്. പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യണ പാടാണ്. അതിന് സമയമെടുക്കും. മറിച്ച് നേരെ തിരിച്ച് ഈ സംഭവം തിരിച്ചിടണം. ഇതൊന്ന് ഈ അലൈൻമെൻറ്റ് തെറ്റിക്കിടക്കുകയാണ് ഈ സാധനം. ഇത് നേരെ തിരിച്ചിടണം. എന്നിട്ട് ദൈവത്തോടായിരിക്കണം സ്നേഹം. എന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, നിന്നോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ അഭിഷേകം ചെയ്യണമേ. ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങള് ഭാരപ്പെട്ടതായാലും അത് ലഘുവായി ചെയ്യാൻ എന്നെ ദൈവസ്നേഹത്താൽ നിറക്കണമേ. ശ്രദ്ധിക്കട്ടെ. എന്റെ കൊച്ചു ജീവിതത്തെ നിന്നെ ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തും നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്നെ ഇപ്പോഴുണ്ടല്ലോ. ഇപ്പോൾ ഈ ആയുർവേദ വൈദ്യന്മാരില്ലേ, നമ്മുടെ രാജ്യം ആയുർവേദത്തിൻ്റെ രാജ്യമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുർവേദത്തിൻ്റെ സംഭാവന നൽകിയത് നമ്മളുടെ പിതാക്കന്മാരാണ്. 5000 കൊല്ലം മുമ്പുള്ള ആയുർവേദ ചരിത്രം നമുക്കുള്ളത്. അപ്പോൾ ഈ ആയുർവേദത്തിൻ്റെ കഷായം അല്ലെങ്കിൽ ലേഖ്യം എപ്പോഴാണത് പാകമാകണത്? പണ്ടത്തെ ചില വൈദ്യന്മാരൊക്കെ പാകമാകണ സമയത്ത് മുറുക്കത്ത് പോകുമായിരുന്നു. അതിൻ്റെ അകത്ത് പുരാതന കാലങ്ങളിലെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അത് മനസ്സിലാവും. എപ്പോഴാണിത് പാകമാകണത് എങ്ങനെ അറിയാൻ പറ്റും? അത് താഴെ കൊടുത്തിരിക്കുന്ന ഉരുളിയുടെ താഴെയുള്ള തീ, കത്തണ തീ, ഇത് പാകമാകുന്ന അനുസരിച്ച് കൊണ്ട് വളഞ്ഞ് കുത്തി ഇതിനകത്തേക്ക്, ഉരുളിയുടെ അകത്തേക്ക് കത്തി വീഴും, വളഞ്ഞു കുത്തും. അതാണ് അതിന് പാകം എന്ന് പറയണത്. ഒരു ലേഖ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കഷായത്തിൻ്റെ പാകം, എല്ലാ കഷായമല്ല, അത് മരുന്നിൻ്റെ ഒരു പ്രത്യേകതയാണത്. അതുപോലെ തന്നെ ഉടമ്പടി എപ്പോഴാണ് നിങ്ങൾ ഉടമ്പടിയിലാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? നിങ്ങൾ ഉടമ്പടിയിലാണ് എന്നെങ്ങനെ അറിയാൻ പറ്റും? നിങ്ങളുടെ പ്രേക്ഷിത വേല അല്ലെങ്കിൽ കർത്താവിൻ്റെ കൈമാറ്റ ശുശ്രൂഷ, അത് അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനം എപ്പോഴാണ് എൻ്റെ മക്കൾക്ക് ഭാരമില്ലാതെ ദൈവസ്നേഹത്തോടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണത്, അപ്പോൾ ഉടമ്പടി കത്തുന്നുണ്ട്. ഇതാണ് സംഭവം. അല്ലാതെ മനസ്സിലായില്ലേ? ഇത് വളരെ സീരിയസ് ആണ്. ഇങ്ങനെ ഈ ഇതിന് ടെക്നിക്കാലിറ്റി അറിഞ്ഞാൽ ഉടമ്പടി പെട്ടെന്നാണ് വർക്കൗട്ട് ചെയ്യണത്. കാര്യം ഇതിൻ്റെ ഭാരമില്ല. എപ്പോഴാണ് ഇപ്പോൾ നിങ്ങൾക്കൊരു നിങ്ങളുടെ ഒരു 10 പേപ്പറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര തീവ്രമായ ആഗ്രഹമാണ്. എന്താണ്? കർത്താവ് 10 പേപ്പറല്ലേ ഉള്ളു, ഒരു 10 കൂടി കിട്ടിയെങ്കിൽ കർത്താവിനെ മറ്റുള്ളവർ കൂടി അറിയിക്കാമായിരുന്നില്ല. അല്ലെങ്കിൽ ആരെങ്കിലും കാണുമ്പോൾ കർത്താവ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടായിരിക്കും കൊടുക്കാമായിരുന്നില്ല എന്നൊക്കെ ചില ആൾക്കാർ വന്ന് സാക്ഷ്യം പറയുന്നില്ലേ? ദാറ്റ് മീൻസ് അവർ ഉടമ്പടിയിലാണ്. ഉടമ്പടി എടുത്തത് കൊണ്ട് ഉടമ്പടിയിലാകത്തില്ല. ഉടമ്പടിയിലാകണമെന്നുണ്ടെങ്കിൽ ആ ഉടമ്പടിയിൽ ചലിപ്പിക്കുന്ന ആ ഒരു ചാലക ശക്തി എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. ആ ദൈവസ്നേഹത്തിലേക്ക് വന്നാൽ നമ്മൾ പറന്ന് വെട്ടി കർത്താവിന് വേണ്ടി വേറെ ചെയ്യും. എന്നിട്ട് നമുക്കൊരു നമ്മൾ ടയേർഡാകത്തില്ല. ഞാൻ പണ്ട് എനിക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഈ ബ്രോങ്കൈറ്റിസിൻ്റെ പ്രശ്നം. പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിലൊക്കെ, നവംബർ ആകുമ്പോൾ തന്നെ എൻ്റെ പതിരെയൊക്കെ ഇങ്ങനെ എപ്പോഴും സ്വെല്ലിങ് ആകും, ചുമയാവും. 2 മാസമൊക്കെ ചുമക്കും. ഈ 2 മാസം ചുമക്കണ സമയത്ത് തന്നെയാണ് ഞാൻ കൊച്ചിയിൽ നിന്ന് ഈ പുന്നപ്പുറ വരെ 66 ധ്യാനങ്ങൾ നടത്തും. എന്തിനാണ്? കടലിൽ കൺവെൻഷൻ നടത്താൻ വേണ്ടി. കടലിൽ കൺവെൻഷന് മുമ്പ് ആദ്യം കൊച്ചി പോയി ചെറിയൊരു മിനി കൺവെൻഷൻ നടത്തും. അവിടെ മധ്യസ്ഥ പ്രാർത്ഥനക്കാർ രൂപപ്പെടും. എന്നിടത്ത് പിന്നീട് കണ്ടക്കട വന്ന് നടത്തും, പിന്നീട് ചെല്ലാനത്ത് വന്ന് നടത്തും, പിന്നെ പള്ളിത്തോട് എൻ്റെ നാട്ടിൽ വന്ന് നടത്തും. ഇങ്ങനെ നടത്തി പുന്നപ്പുറ വരെ പോകും. അപ്പോൾ 2 മാസമാകും.
അപ്പോഴാണ് ഡിസംബർ 26 ഒക്കെ ആവും. അപ്പോൾ കടലിൽ കൺവെൻഷൻ നടത്തും 10 ദിവസത്തേക്ക്. അപ്പോൾ ഈ സമയത്തെല്ലാം ഇങ്ങനെ മഞ്ഞ് പിടിച്ച് ചുമച്ച് നമുക്ക് എന്നെ ഞാൻ ചുമക്കണ കണ്ട വേറെ ആൾക്കാർക്ക് തോന്നും ഇപ്പോൾ ചത്തുപോകുമെന്ന് തോന്നും. പക്ഷെ എൻ്റെ ഉള്ളിൽ ഭയങ്കര ദൈവസ്നേഹം തോന്നുന്നുണ്ടാവും. പിറ്റേ ദിവസം പോകാൻ വേണ്ടി തോന്നും. ഇതിനെയാണ് അഭിഷേകം എന്ന് പറയണത്. ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു പാഠം പഠിച്ചു തീർന്നിട്ട് പറയുന്നതാണത് ശരിക്കും. അപ്പം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. കാര്യം നിങ്ങൾ ഇങ്ങനെ ഒത്തിരിയേറെ ലാഗ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് ലാഗ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേച്ചി ഒരു സാക്ഷാത് വരുന്ന അത് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ എന്ന് പറഞ്ഞത് അത് ഗ്രേസി ഡേവിഡിൻ്റെ ഒരു പ്രശ്നം എന്താ? സീരിയസ് വിഷയമാണ്. ഒരു ആൺമകനുണ്ട് കാണാനില്ല. അതാണ് പ്രശ്നം. 1 മാസമല്ല, 1 വർഷമല്ല, 2 വർഷമല്ല, 3 വർഷമല്ല, 4 വർഷമായിട്ട് ഇവരെക്കുറിച്ചൊരു പിടിയില്ല. 4 വർഷമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച്, ഒരു മകനുണ്ട് കാണാനില്ലെങ്കിൽ 4 വർഷമായിട്ട് അവനെക്കുറിച്ചൊരു ഫോൺ പോലും കിട്ടിയില്ലെങ്കിൽ അവൻ മരിച്ചില്ലേ? അവൻ മരിച്ചു പോയില്ലേ? എന്തെങ്കിലും പിടിയുണ്ടെങ്കിൽ അമ്മേനെ അല്ലേ ബന്ധമുള്ള ആൾക്കാർക്ക് വിളിക്കത്തില്ലേ? ഇല്ല, ആളെ തീർന്നു. അപ്പം മരിച്ചതുപോലെ എല്ലാവരും കരുതുകയാണേ. ഗ്രേസി ഡേവിസിൻ്റെ അമ്മ മരിച്ചതുപോലെ എല്ലാം കരുതുകയാണ്. അപ്പോഴാണ് ഇവർക്ക് കൃപാസനം പത്രത്തിലൊരു കീറ് കിട്ടുന്നത്. അവരത് വായിച്ചു നോക്കിയപ്പോൾ മാതാവ് അവരെ വിളിക്കും. കൃപാസനം പത്രവും നിങ്ങൾ ഒരിക്കലും വിളിക്കരുത്. അത് മാതാവിൻ്റെ കൈയാണ്. നിങ്ങൾ തൊട്ട് വിളിക്കണ കൈയാണ്. കൈ ഇടിച്ച് കർത്താസുണ്ട്. കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദവരമാതാവേ വാഗ്ദാനപീഠകമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അവരിത് കിട്ടിയ ഉടനെ പാഞ്ഞ് ഇവിടെ വന്ന് പെട്ടെന്ന് ഒരു ഉടമ്പടി എടുത്ത് അവരുടെ പ്രശ്നം ഒന്നേ ഉള്ളൂ. 6 പ്രശ്നമൊന്നും അവർക്കില്ല. എന്താണ്? മരിക്കണമാകുമ്പോൾ മകനെ കാണണം, അത്രേ പ്രശ്നമുള്ളൂ. അവരമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ മരിക്കണമാകുമ്പോൾ എൻ്റെ മകനെ കാണണം അമ്മേ എന്ന് പറഞ്ഞിട്ട് അത്രയും പറഞ്ഞിട്ട് പോവുകയാണ്. ഇവർ പല പ്രാവശ്യം അച്ഛനെ കാണണം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇവിടുത്തെ തിരക്ക് കൊണ്ടാണ്. അതിനേക്കാൾ സീരിയസ് ആയിട്ട് 4 കൊല്ലമായിട്ട് കാണാത്ത മകൻ ചിലപ്പോൾ ഓഫീസിൽ വിചാരിച്ച് കാണും, മരിച്ചു പോയി കാണുമെന്ന് വിചാരിച്ച് കാണും. അതങ്ങനെ അമ്മനോട് പറയണത്. അച്ഛനോട് വന്നാലും റിസൾട്ട് അതല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവരതിനേക്കാൾ ക്യാൻസർ 4th സ്റ്റേജ്, കിഡ്നി 4th സ്റ്റേജ് അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇവർക്ക് കിട്ടത്തില്ല ചീട്ട്. പക്ഷേ ഇവർക്ക് ഒരു ദിവസം ഇവരോട് യൂട്യൂബിലൂടെ എന്നെ ചേർത്ത് അമ്മ പറയും, അതായത് നീ അച്ഛനെ കാണേണ്ട കാര്യമില്ല, അമ്മയെ കണ്ടാൽ മതി എന്ന് പറയും. അച്ഛനെ കാണേണ്ട കാര്യമില്ല. അത് ഇവർക്ക് അഭിഷേകമായിട്ട് കിട്ടും. ഇവർ ചങ്കിലിക്കൊള്ളും. അച്ഛനെ കാണേണ്ട കാര്യമില്ല, അമ്മയെ കണ്ടാൽ മതിയല്ല എന്ന്. അപ്പോൾ ഉടനെ ഇവരെന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ടൈം കഴിയുമ്പോൾ ഇവർ വീട്ടിലിരുന്ന് യൂട്യൂബിൽ ആരാധന കൂടും. ഗ്രേസി ഡേവിഡ് തൃശ്ശൂർക്കറിയാം, ഈ ദിവസങ്ങൾ നടന്ന സാക്ഷ്യമാണ്. അപ്പോൾ വീട്ടിലിരുന്ന് ആരാധന കൂടും. ആരാധന കൂടുമ്പോൾ ആരാധനയിൽ പ്രാർത്ഥനയുടെ സമയത്ത് ഈശോ മെസ്സേജ് പറയും. ഈശോ പറയും, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയും. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് കർത്താവ് അരുളിച്ചെന്ന് പറയും. ഇതോടുകൂടി ഗ്രേസി ഡേവിഡ് അവിടെ നിന്ന് ചാടി വീഴും അടുക്കളയിൽ നിന്ന്. ആടിച്ച് ഭർത്താവിനോട് പറഞ്ഞത്, നമ്മുടെ കാര്യം, നമ്മുടെ ആരാധന ഇന്ന് കൃപാസനത്തിൽ നടന്ന് അവരോട് വന്നിട്ടില്ലേ, നമ്മുടെ ആരാധന നമ്മുടെ മകൻ വരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ അച്ഛനോടില്ലേ ഭർത്താവിനോട് പറയും. അവിടെ അതായത് അതോടുകൂടി തന്നെ പിറ്റേ ദിവസം ഇവരെ അവിടെ മകൻ വിളിക്കും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. എന്റെ കൊച്ചു ജീവിതത്തെ നിന്നെ ആ പിറ്റേ ദിവസം തന്നെ വീട്ടിൽ വരും. നോക്കി, ഒരു വിഷയം പോണ പൊക്കുണ്ടല്ലേ, എത്ര സ്പീഡാണ്. പക്ഷെ ആ അമ്മയാണ് ഞാൻ അപ്പോൾ ആദരിച്ചത്. കാരണം വെച്ച് കഴിഞ്ഞാൽ
അവർ അടുക്കള ഇരുന്നുകൊണ്ട് യൂട്യൂബിൽ കൃപാസനം ധ്യാനം ഓൺലൈൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേൾക്കുന്ന മെസ്സേജ് അവരുടെ മകനെക്കുറിച്ചല്ല പറയണത്. ഒരു മകൻ, പക്ഷേ അവർ വിശ്വാസത്തിൽ അവരുടെ മകനാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസം ഒരു പ്രഖ്യാപനമാണ്. അവരുടെ മകനാണെന്ന് ഞാൻ അവൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? എനിക്ക് പേര് കർത്താവ് തന്നില്ല. നിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മകൻ തിരിച്ചു വരുന്നു എന്നാണ് പറഞ്ഞത്. അത് മെസ്സേജാണ് പറഞ്ഞത്. അപ്പം മെസ്സേജ് പറയുമ്പോൾ ചില അണ്ണന്മാർ പോയി ഇതിങ്ങനെ ധ്യാന കേന്ദ്രന്മാർ കുറേയൊക്കെ പൊടിക്കൈയൊക്കെ പറയും, മകൾ വരുന്നതൊക്കെ പറയും. ഇതൊക്കെ ശരിയാണ്. അപ്പം ധ്യാനം കൂടുന്ന ആൾക്കാർ തന്നെ ഇതുപോലെ വിണ്ണന്മാരുണ്ടെന്നുണ്ടെങ്കിൽ, വിശ്വാസമില്ലാത്തവരുണ്ടെങ്കിൽ അവരങ്ങനെ എഴുതിത്തള്ളും. പക്ഷേ അഭിഷേകമുള്ളവർക്ക് എന്താ, അവർക്കറിയാം ഇത് അവർക്കുള്ള മെസ്സേജാണ്. അവരവിടെ നിന്ന് ചാടി പറഞ്ഞത്, ദേ ഇന്ന് നടന്ന കൃപാസനത്തിൽ നടന്നത് നമ്മുടെ ആരാധനയാണ് നടന്നത്, അച്ഛൻ പറഞ്ഞത് നമ്മുടെ മകൻ വരുന്നുണ്ടെന്ന്. എന്തൊരു വിശ്വാസത്തിലാണ്! ഈ വിശ്വാസത്തിലേക്ക് ദൈവം അഡ്രസ്സ് ചെയ്യും. അപ്പം തന്നെ ദൈവം ഈ ഭൂമിയിൽ എവിടെയെങ്കിലും അവനുണ്ടെങ്കിൽ ഈ വിശ്വാസമുള്ള അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കും. അതാണ് വിശ്വാസത്തിന് ശക്തി. കൈയടിച്ച് കിടത്താണ്. എല്ലാവരുടെയും